ആലുവ കുട്ടമശ്ശേരിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 7 വയസ്സുകാരൻ ആശുപത്രി വിട്ടു. ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നിഷികാന്താണ് ആശുപത്രിയിൽ നിന്നും മടങ്ങിയത്. കുട്ടികളുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു നിഷികാന്ത്. ഫെബ്രുവരി 13 രാവിലെ പിതാവിനോടൊപ്പം ഓട്ടോയിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് നിഷികാന്ത് റോഡിലേക്ക് തെറിച്ചു വീണത്. പിന്നാലെ വന്ന കാർ ദേഹത്തുകൂടി കയറിയിറങ്ങുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നിഷികാന്തിനെ നാട്ടുകാർ ചേർന്നാണ് രാജഗിരി ആശുപത്രിയിലെത്തിച്ചത്. കുട്ടിയുടെ തലയ്ക്കും ആന്തരാവയവങ്ങൾക്കും സാരമായി പരിക്കുള്ളതായി കണ്ടെത്തിയിരുന്നു. രാജഗിരിയിലെ കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗം മേധാവി ഡോക്ടർ സൗമ്യ മേരി തോമസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിച്ചായിരുന്നു പിന്നീടുള്ള ചികിത്സ. തലച്ചോറിനുണ്ടായ പരിക്കിനെ തുടർന്ന് 3 ദിവസം വെന്റിലേറ്ററിലായിരുന്നു നിഷികാന്ത്. തലച്ചോറിലെ വീക്കം നിയന്ത്രണത്തിലാക്കുകയായിരുന്നു പ്രധാന വെല്ലുവിളി. പീഡിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടർമാരും ചികിത്സയിൽ പങ്കാളികളായി. തലച്ചോറിലെ വീക്കം കുറഞ്ഞതോടെ നിഷികാന്തിൻ്റെ ചികിത്സാ ചുമതല പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ദർശൻ ജയറാം ഏറ്റെടുത്തു. ചിട്ടയായ ഫിസിയോതെറാപ്പി കൂടി ലഭിച്ചതോടെ നിഷികാന്ത് ആരോഗ്യം വീണ്ടെടുത്തു. പ്രജിത്ത് ഓടിച്ച ഓട്ടോയുടെ പിൻസീറ്റിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്നു നിഷികാന്ത്. ഇതിനിടെയാണ് റോഡിലേക്ക് തെറിച്ചു വീണത്. അപകടം നടന്ന പ്രദേശത്തെ കടയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് ഓട്ടോയുടെ പിന്നാലെ വന്ന കാർ ശരീരത്തിൽ കയറിയിറങ്ങിയതാണ് പരിക്കിന് കാരണമെന്ന് കണ്ടെത്താൻ സഹായിച്ചത്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.